അല്ല, ഞാൻ പറഞ്ഞാണല്ലോ ആ കാര്യം. പ്രിയനല്ലേ? വാ. എന്താളിയാ, ഒരു വിവരമില്ലല്ലോ. എന്നെ എല്ലാ ദിവസവും വിളിക്കാറുള്ള ആളാ. ഒരു പ്രേമം സെറ്റായപ്പോ കൂട്ടുകാരനെ വേണ്ടാതായി. ഞാനിവനോട് എത്ര കാര്യമായിട്ട് സംസാരിക്ക, എന്നെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ എങ്ങോട്ട് നോക്കിക്കുന്നു കണ്ടില്ലേ? നിങ്ങൾ മൂന്നുപേര് മാത്രമേ വന്നുള്ളൂ. പാറുവിടെ? അതൊക്കെ പറയാം. ആദ്യം ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. എന്താടാ? പാറുവിനെ അമ്മ സ്വീകരിച്ചല്ലേ? വിളക്ക് കൊളുത്തി വീട്ടിലേക്ക് കയറ്റിന്നൊക്കെ ഞാൻ അറിഞ്ഞു. പാറുവിനെ അമ്മ മരുമകളായിട്ട് അംഗീകരിച്ചെന്ന് നിനക്ക് ഇതുവരെ ഞങ്ങളെ വിളിച്ചൊന്ന് അറിയിക്കാൻ പോലും തോന്നിയില്ല അല്ലേ? നിങ്ങളെങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? പാറു തന്നെയാ പറഞ്ഞത്. വന്ന് വന്ന് നീ ഞങ്ങളോടൊന്നും പറയാതായിട്ടുണ്ട്. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ പ്രണയത്തിന് ഓരോ ഘട്ടത്തിലും സപ്പോർട്ടായിട്ട് കൂടെ നിന്നത് നിങ്ങളല്ലേ. നിങ്ങളല്ലാതെ ഞാനിതൊക്കെ ആരറിയിക്കാനാ? ഓ, എന്നിട്ടെന്താ ഇതുവരെ ഒന്നും പറയാത്തത്? അമ്മയ്ക്ക് പാറുവിനോട് എത്രമാത്രം ദേഷ്യമായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? പാറുവിനെ അമ്മ ഒരിക്കലും സ്വീകരിക്കില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. സത്യം പറഞ്ഞ ഇത്ര പെട്ടെന്ന് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല. ഇപ്പോഴും ഇത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളോടിത് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേണമെന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പാറുവിന് വേണ്ടി കാത്തു നിന്നത്. പക്ഷെ പാറു എന്നെ ഓവർടേക്ക് ചെയ്ത് കളഞ്ഞു. ആ, ഏതായാലും നിന്റെ പ്രണയം സക്സസ് ആയതല്ലേ, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആ, ഇതുപോലെ എന്നാണാവോ എന്റെ കാര്യത്തിലും ഒരു തീരുമാനമാവുന്നത്. എടുത്ത ചാടി ഓരോന്ന് ചെയ്താ എന്റെ കാര്യത്തിലാകും ഒരു തീരുമാനം ഉണ്ടാവുക. എടാ, നീ വിഷമിക്കണ്ട. അധികം വൈകാതെ നിങ്ങളുടെ കാര്യവും ശരിയാവും. അതിന് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിനക്കുണ്ടാവും. അത് മതി. അല്ല, പാറു നിങ്ങളുടെ കൂടെയല്ലേ വന്നത്? എന്നിട്ട് അവളിപ്പോ എവിടെ? പാറു നമ്മുടെ കൂടെയാണോ വന്നത്? അതെ, ഇപ്പോഴല്ലേ അവള് പ്രിയന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത്. നിന്നോട് എന്തോ പറഞ്ഞിട്ടല്ലേ അവള് മോളോട്ട് പോയത്? ആ, ശരിയാ. അവള് കൈലാഷ് സാറിനെ കാണാനാ പോയത്. കൈലാഷ് സാറിന്? അവളെന്തിനാ അയാളെ കാണാൻ പോയത്? അവളെന്തോ പറഞ്ഞു, ഓർമ്മ കിട്ടുന്നില്ല. ഇവളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. പാറു വരുമ്പോ നീ തന്നെ ചോദിച്ചാ മതി. ഏയ് വേണ്ട, കൈലാഷ് സാറിന്റെ ക്യാബിനിലേക്ക് ഒരിക്കലും പോയില്ലെന്ന് പാറു തന്നെ തീരുമാനിച്ചതാ. ആ തീരുമാനം അവള് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാവും. അവളായിട്ട് പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ, ഞാനൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നിങ്ങളെപ്പറ്റി എല്ലാം തുറന്നു പറയാനോ മറ്റോ ആണോ അവള് പോയത്? ഏയ്, കൈലാഷ് സാർ ഹോസ്റ്റലിൽ വെച്ചുണ്ടാക്കിയ പ്രശ്നം കാരണം അവള് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പ്രവചിക്കാൻ പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതെല്ലാം അറിഞ്ഞിട്ടും അവള് വീണ്ടും റിസ്ക് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പേടിച്ച് പിന്മാറുന്ന ഒരാളാണ് പാറു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവള് സത്യം പറയാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും പറഞ്ഞിരിക്കും. ഇതൊക്കെ നീ ചെയ്യുമ്പോ ഞങ്ങൾക്ക് എത്രമാത്രം അപമാനവും വേദനയാവും ഉണ്ടാകുന്നതെന്ന് നിനക്കറിയാമോ? നമ്മുടെ കുടുംബത്തിന്റെ മാനവും അന്തസ്സിനെ പറ്റി ഒന്നും ചിന്തിക്കാതെ പാർവതി പാർവതി എന്ന് പറഞ്ഞ് നീ എന്തിനാ ഒരു ഭ്രാന്തനെ പോലെ നടക്കുന്നേ? പാർവതി, നീയോ? വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഞാൻ വിളിച്ചാലും നീ എൻ്റെ ഓഫീസിലേക്ക് വരില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരുപാട് വിഷമം തോന്നി. ഇപ്പോ പാർവതിയായിട്ട് എന്നെ കാണാൻ വന്നപ്പോ എനിക്ക് സന്തോഷമായി. ഞാൻ ചെയ്തതെല്ലാം ഒറ്റയടിക്ക് പാർവതിക്ക് ക്ഷമിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം പറയാനാണോ പാർവതി വന്നത്? പറഞ്ഞോളൂ. അങ്ങനെയൊന്നുമില്ല സാറ്, വീട്ടിൽ നിന്നും ഒന്നും കഴിച്ചു കാണില്ലെന്ന് ഭൂമിക മാഡം പറഞ്ഞു. അതുകൊണ്ട് മാഡം എൻ്റെ കയ്യിൽ ഭക്ഷണം തന്നു വിട്ടിട്ടുണ്ട്. അത് തന്നിട്ട് പോവാന്ന് കരുതി, അത്രേ ഉള്ളൂ. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എന്നെ കാണാൻ വന്നതല്ലേ?